സാറിതെങ്ങോട്ടാ? രവിക്കുഞ്ഞിനെ കണ്ട് ഈ ഭക്ഷണം ഒന്ന് കൊടുക്കണം. പിന്നെ ഈ ഓഫീസൊക്കെ ഒന്ന് കാണുകയും വേണം. രവിക്കുഞ്ഞോ? രവിവർമ്മ സാറിനെയാണോ ഉദ്ദേശിച്ചത്? അതെ. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അയ്യോ, കുഞ്ഞിന് എന്നെ അറിയാത്തോണ്ടാവും. ഞാൻ നിങ്ങളുടെ രവിവർമ്മൻ സാറിന്റെ വീട്ടിലെ ഒരംഗത്തെ പോലെയാ. ഇത് രവിക്കുഞ്ഞിന്റെ അമ്മ ഗായത്രിയമ്മ തന്നുവിട്ട ഭക്ഷണമാണ്. സാർ, ചിലപ്പോൾ നിങ്ങൾ പറയുന്ന സത്യമാവും. പക്ഷേ എന്റെ ഡ്യൂട്ടി എനിക്ക് ചെയ്തല്ലേ പറ്റൂ. അകത്തേക്ക് പോകാൻ പറ്റില്ല. എന്താ പ്രശ്നം? സാർ, അത് വേറൊന്നുമല്ല. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ അകത്തേക്ക് കയറ്റി വിടാൻ പറ്റില്ലെന്ന് ഞാൻ പറയുമായിരുന്നു. സെക്യൂരിറ്റി പറഞ്ഞ ശരിയാ സാർ. അത് പിന്നെ അനുവാദമില്ലാതെ ആരെ അകത്ത് കടത്തിവിടാൻ പറ്റില്ല. അല്ല, എവിടുന്നാ വരുന്നത്? ഞാൻ വർമ്മൻ വില്ലേന്നാ വരുന്നത്. ആണോ? സാർ ഒരു മിനിറ്റ് ഇരിക്കേ, ഞാനിപ്പോൾ വരാം. മാഡം, രവി സാറിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. രവി സാറിന്റെ വീട്ടിൽ നിന്ന് ഒരാളോ? അതെ മാഡം, പ്രായമായ ഒരാളാ. കാവി വേഷമൊക്കെ അണിഞ്ഞ്. ബാലമ്മ? അത് പിന്നെ സെക്യൂരിറ്റി അങ്ങോട്ട് കടത്തി വിടുന്നില്ല മാഡം. മാഡം ഒന്ന് അങ്ങോട്ട് വന്നാല്. ശരി ശരി മാഡം. ബാലമ്മ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ സാന്ദ്രക്കുഞ്ഞ്. പുറത്തു നിന്ന ബോഡി ഗാർഡുകൾ എന്നെ അകത്തേക്ക് കയറ്റി വിട്ടു. പക്ഷെ ഇദ്ദേഹം എന്നെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. ഞാൻ പറഞ്ഞു നോക്കി. എന്താ ഇത്? ഓഫീസിലേക്ക് വരുന്നവരെ ആരാ എന്താന്നൊക്കെ നോക്കാതെയാണോ അവരോട് പെരുമാറുന്നത്? സോറി മാഡം, രാജാറാം സാറിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനാ. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ഓഫീസിലേക്ക് ആരെയും പ്രവേശിപ്പിക്കരുതെന്നാ. ഇത് ആരാണെന്ന് തനിക്കറിയാമോ? വർമ്മൻ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് ബാലമ്മ. അംഗത്തെ പോലെയല്ല, അംഗം തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കണം. ബാലമ്മയെ അകത്തേക്ക് കയറാൻ അനുവദിക്കാതെ താൻ തടഞ്ഞു വെച്ചു എന്ന് രവി സാറോ രാജാറാം സാറോ അറിഞ്ഞ തന്റെ ജോലി പോവും. അതുകൊണ്ട് കൂടുതൽ ഓവർ സ്മാർട്ട് ആവാതെ കണ്ടറിഞ്ഞ കാര്യങ്ങൾ ചെയ്തോണം. സോറി മാഡം. സോറി സാർ. ബാലമ്മ വരൂ. മാഡം, മാഡം, മാഡം. എന്താടോ ഇനിയും എന്താ? മാഡം, ഒരു കാര്യം കൂടിയുണ്ട്. സാറിന്റെ കയ്യിലുള്ള ഈ ലഞ്ച് ബോക്സ് അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പുറത്തു നിന്നുള്ള ഒരു ആഹാര സാധനങ്ങളും അലോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സ്ട്രിക്റ്റ് ഓർഡർ. ഈ ഓഫീസിലെ എല്ലാവരും ഇവിടത്തെ ക്യാൻറ്റീനിൽ നിന്ന് മാത്രമേ ഫുഡ് കഴിക്കാവൂ എന്ന ഓർഡറുണ്ട്. തന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലേ? സാന്ദ്രകുഞ്ഞെ, ഒരു നിമിഷം. വെറുതെ കുഞ്ഞ് അയാളെ വഴക്ക് പറയണ്ട. ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ഇത് ഗായത്രി അമ്മ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ആഹാരമാണ്. ജോലി സംബന്ധമായ കാര്യമാണെങ്കിലും അല്ലെങ്കിലും ഭക്ഷണം ഈശ്വരന് സമമാണ്. ഭക്ഷണത്തോട് ഒരിക്കലും നിന്ദ കാണിക്കരുത്. ഭക്ഷണത്തിനു വേണ്ടി തന്നെയല്ലേ കുഞ്ഞും ജോലി നോക്കുന്നത്. ഇനി എനിക്ക് ഈ ഭക്ഷണം അകത്തേക്ക് കൊണ്ടുപോകാലോ അല്ലേ? കൊണ്ടുപോകാം സാർ. ഐ എം എക്സ്ട്രീംലി സോറി. സോറി മാഡം. നജീബ്, ഈ കാരിയർ രവി സാറിന്റെ ക്യാബിനിൽ കൊണ്ടു കൊടുക്ക. വേണ്ട കുഞ്ഞെ, ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാം. അവിടെയാണ്.
സാർ, ആദ്യത്തെ സിറ്റിംഗ് പൂർണ്ണമായിട്ടുണ്ട്. ഓ, മോളെ അയ്യോ, അച്ഛനാണല്ലോ വിളിക്കുന്നത്. സർ, അച്ഛനാ വിളിക്കുന്നത്. അച്ഛനിനി വല്ല സംശയവും തോന്നിക്കാണോ? മോളെന്താ ഫോൺ എടുക്കാത്തത്? അച്ഛൻ വീണ്ടും വിളിക്കാണല്ലോ സർ. അച്ഛൻ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. അതാ അച്ഛൻ വീണ്ടും വീണ്ടും വിളിക്കുന്നത്. ശ്രീലക്ഷ്മി, താനിങ്ങനെ ടെൻഷനായാലോ? അച്ഛൻ എന്തെങ്കിലും സംശയം തോന്നിയിട്ടാ വിളിക്കുന്നതെന്ന് ഫോൺ പിക്ക് ചെയ്യാതെ നമുക്കെങ്ങനെ അറിയാൻ പറ്റും? താൻ അതിന് കോൾ എടുക്കും. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ